Hello everyone, welcome to Strat and Tie. Design of Steel Structures in Part 5, Module 1 in Part 5 ലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇന്ന് പറയാൻ പോകുന്നത് ബോൾട്ടഡ് കണക്ഷൻ്റെ സ്റ്റെപ്സ് ഫോർ ന്യൂമറിക്കൽ അനാലിസിസ് ആൻഡ് ഡിസൈൻ ആണ്. സ്റ്റെപ്സ് ന്യൂമറേറ്റ് ചെയ്യുകയാണ് ഇവിടെ. സ്റ്റെപ്സ് ഓരോന്നോരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അതിൻ്റെ ഓർഡർ എങ്ങനെയാണ്. നിങ്ങൾക്ക് എപ്പോഴും ഡൗട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഡിസൈൻ ആയാലും ന്യൂമറിക്കൽ അനാലിസിസ് ആയാലും ചെയ്യുമ്പോഴത്തേക്കും അത് ചെയ്യേണ്ട ഓർഡർ എന്താണ്, എങ്ങനെ പ്രൊസീഡ് ചെയ്യണം ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ. അതിൻ്റെ ഒരു ജനറൽ സ്റ്റെപ്പ് വൈസ് എക്സ്പ്ലനേഷൻ ആണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് ന്യൂമറിക്കൽ അനാലിസിസ് നോക്കാം. അനാലിസിസ് എന്ന് പറയുന്നത് ഏതൊരു സ്ട്രക്ചറിൻ്റെയും സ്ട്രെങ്ത് സ്റ്റഡി ചെയ്യുക, അതിനെയാണ് അനാലിസിസ് എന്ന് പറയുന്നത്. സ്ട്രെങ്ത് പല രീതിയിലാകാം. നമ്മളിപ്പോൾ ബീം പറയുമ്പോൾ മൊമെൻറ്റ് റെസിസ്റ്റൻസ് പറയാറുണ്ട്. MU കണ്ടുപിടിക്കുക, MU ലിമിറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. മൊമെൻറ്റ് റെസിസ്റ്റൻസ് ആണ് ബീമിൻ്റെ കേസിൽ, RCCയിൽ ബീമിൻ്റെ കേസിലൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. അതുപോലെ പലതാകാം, പല രീതിയിൽ സ്ട്രെങ്ത് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ബോൾട്ടഡ് കണക്ഷൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു, എങ്ങനെയാണ് സ്ട്രെങ്ത് കണ്ടുപിടിക്കുന്നതെന്ന്. കണ്ടിട്ടില്ലാത്തവർ ദയവ് ചെയ്ത് പാർട്ട് 4 കാണുക, അപ്പോൾ നിങ്ങൾക്ക് കുറേ കൂടെ ക്ലാരിറ്റി കിട്ടും. ഇനി ഇവിടെ ന്യൂമറിക്കൽ അനാലിസിസ്, നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനാലിസിസ് പാർട്ട് എന്ന് പറയുമ്പോൾ ഫൈൻഡ് ഓർ ഡിറ്റർമിൻ ദ സ്ട്രെങ്ത് ഓഫ് എ ജോയിൻറ്റ്, അല്ലെങ്കിൽ ഫൈൻഡ് ദി എഫിഷ്യൻസി ഓഫ് ദ ബോൾട്ടഡ് കണക്ഷൻ എന്നൊക്കെ പറഞ്ഞായിരിക്കും ചോദിക്കുന്നത്. ഇതാണ് അനാലിസിസ് ക്വസ്റ്റ്യൻ. ഇവിടെ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ, ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഗിവൺ പാർട്ട്, ആ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡേറ്റ എടുത്ത് പോയിന്റ് ഔട്ട് ചെയ്ത് എഴുതുക എന്നുള്ളതാണ്. ഇങ്ങനെ പറയാൻ കാര്യം, ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പം അതിൻ്റെ ആ തന്നിരിക്കുന്ന ഡേറ്റ അത്രയും എടുത്ത് എഴുതുമ്പോൾ തന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ കിട്ടും. ഇൻ കേസ് നിങ്ങൾ അധികം പ്രിപ്പയർഡ് അല്ല, എക്സാമിന് അധികം പ്രിപ്പയർഡ് അല്ല എങ്കിൽ പോലും, ജസ്റ്റ് ഒരു ബേസിക് കുറച്ച് ഐഡിയ ഉള്ളൂ എങ്കിൽ പോലും നിങ്ങൾക്ക് ഗിവൺ എഴുതുമ്പോഴത്തേക്കും നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ കണ്ടുപിടിക്കാം എന്നൊരു ഐഡിയ ഇവിടുന്ന് കിട്ടും. എന്തെങ്കിലുമൊക്കെ ഇക്വേഷൻ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഡേറ്റാസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഐഡിയ എങ്കിലും നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും. അതുകൊണ്ടാണ് ഗിവൺ ഡേറ്റ എടുത്ത് എഴുതാൻ ഫസ്റ്റ് പറയുന്നത്. അപ്പോൾ ഒരു അനാലിസിസ് ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് പ്രോബബ്ലി ഗിവൺ ആയിട്ട് വരുന്നത് ഇത്രയും ഡേറ്റയാണ്. മെറ്റീരിയലും അതിൻ്റെ കണക്ഷൻ്റെയും ഡീറ്റെയിൽസ്. മെറ്റീരിയൽ ഡീറ്റെയിൽ എന്ന് പറയുന്നത്, കണക്ഷൻ ഡീറ്റെയിൽ എന്ന് പറയുമ്പോൾ ടൈപ്പ് ഓഫ് ജോയിൻ്റ് ആണ്. ബഡ് ജോയിൻ്റ് ആണോ, ലാബ് ജോയിൻ്റ് ആണോ, ഈ ബഡ് ജോയിൻ്റ് തന്നെ ഡബിൾ കവർ ആണോ, സിംഗിൾ കവർ ആണോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ടൈപ്പ് ഓഫ് ജോയിൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി ടൈപ്പ്, ഡയമീറ്റർ, നമ്പർ ആൻഡ് ഗ്രേഡ് ഓഫ് ബോൾട്ട്, ഇതാണ് കണക്ഷൻ്റെ മറ്റൊരു സ്പെസിഫിക്കേഷൻ. ടൈപ്പ് എന്ന് പറയുമ്പോൾ എന്ത് ടൈപ്പ്, HSFG ആണോ, ബെയറിംഗ് ബോൾട്ട് ആണോ, ഫ്രിക്ഷൻ ഗ്രിപ്പ് ആണോ, അതാണ് HSFG ആണോ എന്ന്, ബ്ലാക്ക് ബോൾട്ട് ആണോ, ഷോപ്പ് മെയ്ഡ് ആണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആണ് ആദ്യം ടൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. അത് പറയാം. ഇല്ലെങ്കിൽ സാധാരണ ടൈപ്പ് യൂഷ്വൽ ബെയറിംഗ് ബോൾട്ട് ആണെന്ന് നമുക്ക് അസ്യൂം ചെയ്ത് എടുക്കാം. HSFG എന്നൊക്കെ എടുത്ത് പറയുകയാണെങ്കിൽ മാത്രം അത് നമുക്ക് നോക്കിയാൽ മതി. പിന്നെ ഡയമീറ്റർ ഓഫ് ബോൾട്ട് M20, M30, M15, M16 എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു സ്പെസിഫിക്കേഷൻ ഉണ്ടാകും. അതാണ് ബോൾട്ട് ഡയമീറ്റർ. M16 ആണെങ്കിൽ 16 mm ഡയമീറ്റർ, 16 mm ആണ് നോമിനൽ ഡയമീറ്റർ ഓഫ് ബോൾട്ട്. ഇനി നമ്പർ, എത്ര നമ്പർ ഓഫ് ബോൾട്ട്സ് ഉപയോഗിച്ചിട്ടുണ്ട്, അത് എത്ര റോയിലാണ്, സിംഗ്ലി ബോൾട്ടഡ് ആണോ, ഡബ്ലി ബോൾട്ടഡ് ആണോ എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ്. ഇതെല്ലാം ചിലപ്പോൾ ഒരു ഡയഗ്രത്തിലായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഗ്രേഡ് 4.6, ഗ്രേഡ് 4.6, 4.8, വാട്ട് എവർ. ഇനി പിന്നെ നമ്മുടെ തന്നിരിക്കുന്ന മെയിൻ പ്ലേറ്റിൻ്റെ വിത്ത്, തിക്നെസ്, പിന്നെ ഗ്രേഡ് ഓഫ് പ്ലേറ്റ് യൂസ്ഡ്. ഗ്രേഡ് എന്ന് പറയുമ്പം അതിൻ്റെ അൾട്ടിമേറ്റ് സ്ട്രെങ്തോ ഈൽഡ് സ്ട്രെങ്തോ ഒക്കെ വെച്ചിട്ടായിരിക്കും അത് എക്സ്പ്ലെയിൻ ചെയ്യുക. FE 450 എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും തന്നിട്ടുണ്ടാവുക. പിന്നെ ഇതെല്ലാം മേ ബി അധികമൊന്നും വേർബലി അല്ലെങ്കിൽ ഇൻ വേർഡ്സ് എക്സ്പ്ലെയിൻ ചെയ്യാതെ ഒരു ഡയഗ്രാം വെച്ച് മാത്രമായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ ഡയഗ്രാംസ് നോക്കി മനസ്സിലാക്കി എടുക്കുക എന്ന് പറയുന്നത് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് സ്കില്ലാണ്. ഒരു പ്രോബ്ലം സോൾവിങ്ങിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടൊരു കാര്യമാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഗിവൺ ആയിട്ട് ഉണ്ടാവുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ഇനി സെക്കൻഡ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പ്രൈമറി ഡേറ്റ ആണ്. അതായത് ഗിവണിൽ നിന്നും നമുക്ക് പ്രൈമറിലി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എടുത്ത് വെക്കാവുന്ന കുറച്ച് ഡേറ്റ ഉണ്ടാവും. അത് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഈ സെക്കൻഡ് സ്റ്റെപ്പിൽ. പ്രൈമറി ഡേറ്റ എന്ന് പറയുമ്പം ഫസ്റ്റ് കാര്യം നമുക്കുള്ളത് ബോൾട്ടാണ്. ബോൾട്ടിൻ്റെ ഡയമീറ്റർ ഉണ്ട്,
M60 ആണെങ്കിൽ 16 mm ഡയമീറ്റർ സ്മോൾ d ഉണ്ട്. അപ്പോൾ എനിക്ക് എന്ത് കണ്ടുപിടിക്കാം? ബോൾട്ട് ഹോൾ ഡയമീറ്റർ D0 കണ്ടുപിടിക്കാം. അതാണ് എഴുതിയിരിക്കുന്നത്. ജനറലി നമ്മൾ ഇങ്ങനെയാണ് എടുക്കുന്നത്. D0 is equal to D plus 2 mm. ഓക്കെ, അപ്പം അതൊരു വാല്യൂ ആയി. ഇനി നമുക്ക് പിച്ച്. ഒരു റോയിൽ 2 ബോൾട്ട്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിരുന്നു പിച്ച്. അപ്പോൾ പിച്ചിൻ്റെ കണ്ടീഷൻ ഇറ്റ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2.5 D. D is the diameter, nominal diameter of the bolt. അപ്പോൾ 2.5 ഡിനെക്കാട്ടിലും കൂടുതലായി. അപ്പം നിങ്ങൾക്ക് 2.5 D കണ്ടുപിടിച്ച് അതിനെക്കാട്ടിലും കുറച്ച് വലുതായിട്ടുള്ള ഒരു വാല്യൂയിലോട്ട് റൗണ്ട് അപ്പ് ചെയ്തെടുക്കാം. അതാണ് പിച്ച്. ഇനി എൻഡ് ഡിസ്റ്റൻസ് E. എൻഡ് ഡിസ്റ്റൻസ് നമുക്ക് ആവശ്യമുണ്ട്. എവിടെയാണ്? ബെയറിംഗ് സ്ട്രെങ്ത് കണ്ടുപിടിക്കേണ്ടപ്പോഴത്തേക്കും. ഓക്കെ, ഷിയർ അല്ല, ബെയറിംഗ് 2.5 KB D into T into FU. അവിടെ KBൻ്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടപ്പോഴത്തേക്കും നമുക്ക് E ആവശ്യമുണ്ട്. സോ ഇൻ്റെ വാല്യൂ നമ്മൾ എടുക്കുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1.5 D0. ഓർക്കണം, പിച്ചിന് D മാത്രമായിരുന്നു, 2.5 ആയിരുന്നു. എൻ ഡിസ്റ്റൻസിന് 1.5 D0 ആണ്. ഓക്കെ, അപ്പോൾ ഈ 2 വാല്യൂസ് നമുക്ക് ചൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. ഇനിയുള്ള പാർഷ്യൽ സേഫ്റ്റി ഫാക്ടേഴ്സ് ആണ്. യൂഷ്വലി ഒരേ വാല്യൂസ് ഒക്കെ തന്നെയാണ് വരുന്നത്. ഇത് അല്ല നമുക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പേജ് 30 ടേബിൾ 5 എല്ലാ വാല്യൂസും. നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പാടാണ് എന്നുണ്ടെങ്കിൽ പേജ് 30 ടേബിൾ 5 എല്ലാ വാല്യൂസും ഉണ്ട്. ഈ പിച്ചിൻ്റെയും എൻ ഡിസ്റ്റൻസിൻ്റെയൊക്കെ സ്പെസിഫിക്കേഷൻസ് പേജ് 73, 74 ക്ലോസസിൽ കിടക്കുന്നത്. അത് വായിച്ച് എടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ്, അത് ഇത്രയും വായിച്ച് നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യേണ്ട എന്നുള്ളത് കൊണ്ടാണ് ഇൻ ഷോർട്ട് ഈ ഇക്വേഷനായിട്ട് തന്നെ ഞാനിവിടെ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രൈമറി ഡേറ്റ. ഇത്രയും വെച്ച് നമ്മുടെ പ്രിലിമിനറി കുറച്ച് വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ച് വയ്ക്കുക. ഇനി നമുക്ക് ഇക്വേഷൻസിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്ക് വാല്യൂസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷൻസൊക്കെ ഇവിടെ കുറേ അങ്ങ് മാറിക്കിട്ടും. ഇനി നമ്മൾ അടുത്ത മെയിൻ സ്റ്റെപ്പ്, അപ്പോൾ തേർഡ് സ്റ്റെപ്പായിട്ട് സ്ട്രെങ്ത് കണ്ടുപിടിച്ച് തുടങ്ങുകയാണ്. മെയിൻ അനാലിസിസ് പാർട്ടിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. ഇതുവരെയുള്ള ഇൻട്രൊഡക്ടറി പാർട്ട് മാത്രമായിരുന്നു ആദ്യത്തെ 2 എണ്ണം. അപ്പം അനാലിസിസിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കേണ്ട സ്ട്രെങ്ത് ഓഫ് ബോൾട്ട് ആണ്. ഓക്കെ, സ്ട്രെങ്ത് ഓഫ് ബോൾട്ട് നമുക്ക് 2 സ്ട്രെങ്ത് ഉണ്ടായിരുന്നു, 2 കപ്പാസിറ്റീസ് ഉണ്ടായിരുന്നു, ഷിയർ കപ്പാസിറ്റിയും ബെയറിംഗ് കപ്പാസിറ്റിയും. ഷിയർ കപ്പാസിറ്റി VDSB is equal to VNSB by gamma MB, where VNSB is equal to FUB by root 3 NN ANB plus NS ASB. ഓരോ ടേമും എന്താണ് എന്ന് കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ANB എന്ന് പറയുമ്പോഴത്തേക്കും ത്രെഡഡ് പോർഷനിലെ ഏരിയ ആണ് 0.78 π/4 D². ASB ഷാങ്ക് ഏരിയ ആണ്, ഷാങ്കിൻ്റെ അവിടുത്തെ ക്രോസ് സെക്ഷൻ ഏരിയ π/4 D². NN എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഷിയർ പ്ലെയിൻസ് കട്ടിങ് എന്താണ്? ത്രെഡഡ് പോർഷൻ. ഇപ്പോൾ ത്രെഡഡ് പോർഷൻ കണ്ടോ, ANBയും NNും ഈ N നോക്കിയാൽ മതി. ANB എന്ന് പറയുമ്പോൾ ത്രെഡഡ് പോർഷൻ്റെ ഏരിയ, അപ്പോൾ കൂടെ വരുന്നതും നമ്പർ ഓഫ് ഷിയർ പ്ലെയിൻസ് കട്ടിങ് ദ ത്രെഡഡ് ഏരിയ അല്ലെങ്കിൽ ത്രെഡഡ് പോർഷൻ ഓഫ് ദ ബോൾട്ട്. അത് 1 പെർ ബോൾട്ട്, ഒരെണ്ണം ഒരു ഇത് തന്നെയാണ്. അത് ഏത് ടൈപ്പ് ജോയിൻ്റ് ആയാലും അതിൻ്റെ വാല്യൂ 1 തന്നെയാണ് ഫോർ 1 ബോൾട്ട്. ഇനി NS എന്ന് പറയുന്നത് 1 per bolt for butt joint and 0 per bolt for lap joint. Lap joint ആണെങ്കിൽ NSൻ്റെ വാല്യൂ 0 ആണ്. ബട്ട് ജോയിൻ്റ്, അതും ഡബിൾ കവർ ബട്ട് ജോയിൻ്റ് ആണെങ്കിൽ മാത്രം 1 ആണ് വാല്യൂ. ഓക്കെ, ഇത് വെച്ച് എനിക്ക് VDSB കണ്ടുപിടിക്കാം. ഇത് കാണാതെ പഠിക്കേണ്ട കാര്യമില്ല, പേജ് നമ്പർ 75 ഓൾറെഡി ഉണ്ട്. ഇനി പറയുന്ന എല്ലാ ഇക്വേഷൻസും കണ്ടിന്യൂസ് ആയിട്ട് ഈ 75 പേജസിൽ കിടപ്പുണ്ട്. അപ്പോൾ ഷിയർ കപ്പാസിറ്റി കണ്ടുപിടിക്കാം. ഇനി അടുത്ത ബെയറിംഗ് കപ്പാസിറ്റി ഇതേപോലെ VDPB is equal to VNPB by gamma MB. VNPB is equal to 2.5 KB DTFU. KB എന്ന് പറയുന്നത് മിനിമം വാല്യൂ ഓഫ് E/3D0, P/3D0 minus 0.25, FUB by FU 1. വേർ T എന്ന് പറയുന്നത്, ഈ T എന്ന് പറയുന്നത് തിക്നെസ് ഓഫ് ദ തിന്നർ പ്ലേറ്റ് ആണ്. ഓർക്കണം, കവർ പ്ലേറ്റ് നമ്മൾ ഒരു മെയിൻ പ്ലേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യത്തില്ല. 2 മെയിൻ പ്ലേറ്റ്സ് ജോയിൻ ചെയ്യേണ്ട 2 മെയിൻ പ്ലേറ്റ്സിനകത്ത് തിന്നസ്റ്റ് മെമ്പർ, അതിൻ്റെ തിക്നെസ് ആണ് നമ്മൾ T ആയിട്ട് എടുക്കുന്നത്.
അപ്പോൾ രണ്ട് കപ്പാസിറ്റീസുമായി. അപ്പോൾ ബോൾട്ട് വാല്യൂ, നമ്മുടെ സ്ട്രെങ്ത് ഓഫ് ബോൾട്ട് എന്ന് പറയുന്നത് ബോൾട്ട് വാല്യൂ ഇസ് ഈക്വൽ ടു മിനിമം ഓഫ് ദീസ് ടു വാല്യൂസ്, വി ഡി പി ബിയും വി ഡി എസ് ബിയും ഇൻ ന്യൂട്ടൺ. ഇതെന്ന് പറയുന്ന ഒരു ബോൾട്ടിന് വേണ്ടിയുള്ളതാണ്. അപ്പം നമുക്ക് സ്ട്രെങ്ത് ഓഫ് ബോൾട്ട് കിട്ടി. ഇനി അടുത്തത് എന്താണ് വേണ്ടത്? സെക്കൻഡ് സ്റ്റെപ്പ്, സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റ് ഇൻ ക്രിട്ടിക്കൽ സെക്ഷൻ. അതായത് നമ്മൾ ബോൾട്ട് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും ക്രിട്ടിക്കൽ സെക്ഷനിൽ സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റ്, അതായത് നമ്മൾ കണക്ട് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും ആ പ്ലേറ്റിനകത്ത് ഹോൾസ് ഉണ്ടാവുമല്ലോ, ബോൾട്ട് ഹോൾസ് ഡ്രിൽ ചെയ്തിട്ടുണ്ടാവും. ആ ബോൾട്ട് ഹോൾസ് ഏറ്റവും കൂടുതലുള്ള സെക്ഷനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത്. കാരണം അവിടെയാണ് ഏറ്റവും പെട്ടെന്ന് റപ്ചർ ഫെയിലിയർ ഉണ്ടാവാൻ ചാൻസ്. അപ്പം ക്രിട്ടിക്കൽ സെക്ഷൻ അലോങ് ആയിട്ടുള്ള സ്ട്രെങ്ത് ഓഫ് ദ പ്ലേറ്റ് ആണ് നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ടി ഡി എൻ ഇസ് ഈക്വൽ ടു 0.9 AN FU by gamma ml, where AN is equal to B minus ND0 plus summation of P SI square by 4GI whole into T. ഈ ഒരു ടേം സ്റ്റാഗേർഡ് പിച്ച് വരുമ്പോൾ മാത്രം മതി, ഇല്ല എങ്കിൽ ഈ ടേം 0 ആയി പോകും. സോ AN is equal to B minus ND0 whole into T. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബോൾസ് ഇൻ ആ ക്രിട്ടിക്കൽ സെക്ഷൻ ആണ്. ഇപ്പോൾ ഒരു സെക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ക്രിട്ടിക്കൽ സെക്ഷനിൽ 3 ബോൾസേ ഉള്ളൂന്നുണ്ടെങ്കിൽ N 3 ആകും. ഓക്കെ, ഡി എന്ന് പറയുന്നത് ബോൾട്ട് ഹോൾ ഡയമീറ്റർ ആണ്. അപ്പം ഇത്രയും വെച്ചിട്ട് എനിക്ക് ടി ഡി എൻ, സ്ട്രെങ്ത് ഓഫ് പ്ലേറ്റ് ഇൻ ക്രിട്ടിക്കൽ സെക്ഷനായി. ഓക്കെ, അപ്പം ഇത് രണ്ടും ഇൻ കേസ് നമുക്ക് സ്ട്രെങ്ത് ഓഫ് ദ ജോയിന്റ് മാത്രമാണ് കണ്ടുപിടിക്കാൻ പറയുന്നതെന്നുണ്ടെങ്കിൽ the answer is strength of joint is equal to bolt value into total number of joints. കാരണം നമ്മൾ കണ്ടുപിടിച്ച ബോൾട്ട് വാല്യൂ ഒരു ബോൾട്ടിനുള്ളതാണ്. അപ്പം മൊത്തത്തിൽ എല്ലാ ബോൾട്ടും കൂടെ വരുമ്പോഴത്തേക്കും ആ ഫുൾ കണക്ഷൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ബോൾട്ട് വാല്യൂ ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് ബോൾട്ട്സ് ഇൻ ദ ജോയിന്റ് ആണ്. ഇനി ഇതും ടി ഡി എന്നുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും മിനിമം വാല്യൂ ഏതാണോ അതാണ് സ്ട്രെങ്ത് ഓഫ് ജോയിന്റ് ആയിട്ട് വരുന്നത്. ഇനി അതല്ല ടി ഡി എൻ ആണ് ചെറുതെന്നുണ്ടെങ്കിൽ ടി ഡി എൻ ആണ് സ്ട്രെങ്ത് ഓഫ് ദ ജോയിന്റ് ആയിട്ട് വരിക. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇൻ കേസ് ഡിറ്റർമിൻ ദ സ്ട്രെങ്ത് ഓഫ് ദ ജോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ ചെയ്യേണ്ടത്. ഇനി അതല്ല ഫൈൻഡ് ദി എഫിഷ്യൻസി എന്നാണെങ്കിൽ അടുത്തൊരു സ്റ്റെപ്പ് കൂടെ വരും. നമ്മൾ സ്ട്രെങ്ത് ഓഫ് ദ സോളിഡ് പ്ലേറ്റ് കൂടെ കണ്ടുപിടിക്കും. സോളിഡ് പ്ലേറ്റ് എന്ന് പറയുന്നത് ബോൾട്ട് ഹോൾസ് ഒന്നും ഡ്രിൽ ചെയ്യാത്തപ്പോൾ ഉള്ള കേസ്, അങ്ങനെ ഇരിക്കുമ്പോൾ ഉള്ള പ്ലേറ്റിനെയാണ് നമ്മൾ സോളിഡ് പ്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ അവിടെ മൈനസ് ND0 എന്ന് പറഞ്ഞൊരു ടേം ഇല്ല. AN is equal to B minus ND0 into T ആയിരുന്നല്ലോ AN, അവിടുത്തെ നെറ്റ് ഏരിയ. അപ്പം നെറ്റ് ഏരിയ എന്ന് പറയാൻ നമ്മൾ ഏരിയ ഒന്നും ഡിഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ മൈനസ് ചെയ്യാനൊന്നുമില്ല. എന്താണ് ഫുൾ പ്ലേറ്റ് ക്രോസ് സെക്ഷൻ ഏരിയ B ഇൻറ്റു T എന്ന് തന്നെ എടുക്കാം. അപ്പം AG. അപ്പം സ്ട്രെങ്ത് ഓഫ് ദ സോളിഡ് പ്ലേറ്റ് ഇസ് yield strength of the plate into cross sectional area, gross area of cross section, critical cross section by gamma m0. Fi into AG, where AG is B into T മതി, മൈനസ് ND0 ഇല്ല. ഓക്കെ, അപ്പോൾ ഗ്രോസ് ഏരിയ ആണ് എടുക്കുന്നത്. അപ്പം സോളിഡ് പ്ലേറ്റിൻ്റെ സ്ട്രെങ്ത് കണ്ടുപിടിച്ചിട്ട് ഫൈനലി എഫിഷ്യൻസി ആണ് നമുക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഈറ്റ ഇസ് ഈക്വൽ ടു സ്ട്രെങ്ത് ഓഫ് ദ ജോയിന്റ്. തൊട്ട് മുന്നേ നമ്മൾ കണ്ടുപിടിച്ചു സ്ട്രെങ്ത് ഓഫ് ദ ജോയിന്റ് ഡിവൈഡഡ് ബൈ സ്ട്രെങ്ത് ഓഫ് സോളിഡ് പ്ലേറ്റ് ഇൻ ടു 100%. ഇത്രയാകുമ്പോൾ നമ്മുടെ അനാലിസിസ് കംപ്ലീറ്റ് ആകും. ഓക്കെ, എഫിഷ്യൻസി ചോദിക്കുകയാണെങ്കിൽ ഇതും കൂടെ ചെയ്യേണ്ടി വരും. ഇല്ല എങ്കിൽ നമ്മൾ തൊട്ട് മുന്നത്തെ സ്ലൈഡിൽ പറഞ്ഞ അത്രയും സ്റ്റെപ്പ് വെച്ച് നിർത്താം. ഓക്കെ, ഇനി ഇത്രയും നമ്മൾ അനാലിസിസ് ചെയ്തു. ഇനി അടുത്തത് നമ്മൾ ഡിസൈൻ ക്വസ്റ്റ്യൻ വരുമ്പോൾ എങ്ങനെ നമുക്ക് അത് ഡീൽ ചെയ്യാം, എങ്ങനെയാണ് ഒരു കണക്ഷനെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് എന്ന് നോക്കാം. നമ്മളൊരു ബീമൊക്കെ ഡിസൈൻ ചെയ്തപ്പോഴത്തേക്കും ചെയ്തത് അതിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ കണ്ടുപിടിച്ചു. ക്രോസ് സെക്ഷൻ ഏരിയ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ക്രോസ് സെക്ഷൻ ഡയമെൻഷൻസ്, സൈസ് ഓഫ് ദ ബീം കണ്ടുപിടിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിൻ്റെ കോൺക്രീറ്റിൻ്റെ വോളിയമാണ് ഇൻ എഫക്റ്റ് അല്ലേ, ലെങ്ത് ഉണ്ട്. അപ്പോൾ ക്രോസ് സെക്ഷൻ ഡയമെൻഷൻ നമ്മൾ സേഫായിട്ട് നമ്മൾ കണ്ടുപിടിക്കുക എന്ന് പറയുമ്പം അതിൻ്റെ ഒബ്വിയസ്ലി ആ കോൺക്രീറ്റ് മാസ്, കോൺക്രീറ്റിൻ്റെ വോളിയമാണ് നമ്മൾ അവിടെ ഇൻ എഫക്റ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതിനകത്ത് സ്റ്റീൽ, എത്ര നമ്പർ ഓഫ് സ്റ്റീൽ ബാർസ് വേണം, എത്ര സ്റ്റിറപ്പ് വേണം, അതിൻ്റെ സ്പേസിങ് എന്താ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ബോൾട്ടഡ് കണക്ഷനിൽ ചെയ്യുന്നത് വളരെ കുറച്ച് കാര്യങ്ങളാണ്. അതിനകത്ത് ഓരോ സ്റ്റെപ്പായിട്ട് നമുക്ക് നോക്കാം എന്താണ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗിവൺ എഴുതുക. അപ്പോൾ ഇവിടെ ഗിവൺ എന്തായിരിക്കും, ഡിസൈൻ ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്കും ഗിവൺ എങ്ങനെ മാറും എന്ന് നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് മെറ്റീരിയൽ റിക്വയർമെൻറ്റ്സ് ആയിരിക്കും പറയുന്നത്. എന്ത് മെറ്റീരിയലാണ് യൂസ് ചെയ്യേണ്ടത് ഡിസൈൻ ചെയ്യാൻ, ഇങ്ങനൊരു കണക്ഷനകത്ത് എന്ത് മെറ്റീരിയൽ യൂസ് ചെയ്യണം,
ആദ്യം അപ്പം ഏതൊക്കെ പ്ലേറ്റ്സ് തമ്മിലാണ് കണക്ട് ചെയ്യേണ്ടത് അതാണല്ലോ വേണ്ടത്. ഡിസൈൻ ചെയ്യാന്ന് പറയുമ്പോൾ ഏതോ 2 പ്ലേറ്റ് ഉണ്ട്, ആ പ്ലേറ്റിനെ ഒരു പർട്ടിക്കുലർ രീതിയിൽ കണക്ട് ചെയ്യണം. അപ്പോൾ അതാണ് ഡീറ്റെയിൽസ് ഓഫ് ദി പ്ലേറ്റിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ FUവും FYയും ഒക്കെ തന്നിട്ടുണ്ടാകാം, പ്ലേറ്റിൻ്റെ വിഡ്ത്ത് തന്നിട്ടുണ്ടാകാം, തിക്നെസ് ഓഫ് ദ പ്ലേറ്റ്സ് തരും. അതാണ് ഡീറ്റെയിൽസ് ഓഫ് പ്ലേറ്റ്സ് ടു ബി കണക്റ്റഡ്. പിന്നെ എങ്ങനെ ഈ പ്ലേറ്റിനെ കണക്ട് ചെയ്യാം, ലാബ് ജോയിൻ്റ് ആയിട്ട് വേണോ, ബഡ് ജോയിൻ്റ് ആയിട്ട് വേണോ, അതും ഡബിൾ കവർ ബഡ് ജോയിൻ്റ് വേണോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ടൈപ്സ് ഓഫ് കണക്ഷനിൽ പറയുന്നത്. ഇനി ഡിസൈൻ ലോഡ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒരു കണക്ഷൻ കൊടുക്കുന്നത് എത്രയോ ഒരു എക്സ്റ്റേണൽ ലോഡ് അതിനകത്ത് വരും എന്ന് അസ്യൂം ചെയ്ത് തന്നെയാണ് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നത്, ഇല്ലേ? ഒരു ബീം ഡിസൈൻ ചെയ്യുമ്പം അതിനകത്ത് ഇത്രയും മാക്സിമം അൾട്ടിമേറ്റ് ലോഡ് വരാൻ ചാൻസ് ഉണ്ട്, ഡിസൈൻ ലോഡ് വരാൻ ചാൻസ് ഉണ്ട് എന്ന് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഒരു 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 ബാർ വെച്ചുകൊണ്ടാണ് നമ്മൾ ഒരു ബെഞ്ച് മാർക്ക് വെച്ചുകൊണ്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെയും ഒരു പർട്ടിക്കുലർ ഡിസൈൻ ലോഡ് ഇവിടെ ആക്ട് ചെയ്യും, അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന രീതിയിലാവണം നമ്മൾ കണക്ഷൻ ഡിസൈൻ ചെയ്യേണ്ടത്. അതാണ് ഡിസൈൻ ലോഡ്. ഓക്കെ, ഇപ്പോൾ ബീമിൻ്റെ കേസിലേക്ക് ആയിരുന്നു മൊമെൻറ്റ് റെസിസ്റ്റൻസ് ആയിരുന്നു, അപ്പോൾ അവിടെ മൊമെൻ്റ് ആയിരുന്നു ഡിസൈൻ ഫാക്ടറായിട്ട്, ഡിസൈൻ ഒരു എക്സ്റ്റേണൽ ഫാക്ടറായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിസൈൻ ലോഡാണ്. ഇനി ഉള്ളത് ടൈപ്പ് ഓഫ് ബോൾസ് ടു ബി യൂസ്. ഇത് തരാതിരിക്കാം, തന്നു കഴിഞ്ഞാൽ ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് അസ്യൂം ചെയ്യാം ടൈപ്പ് ഓഫ് ബോൾട്ട്. ഒന്നും പറയുന്നില്ല എന്നുണ്ടെങ്കിൽ സാധാരണ ബെയറിംഗ് ടൈപ്പ് ഓഫ് ബോൾട്ട് വിത്ത് ഇപ്പം ഡയമീറ്റർ തന്നിട്ടില്ല, M16 to M18 ഒന്നും പറയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, നമുക്ക് അസ്യൂം ചെയ്യാവുന്നൊരു ഫാക്ടറാണിത്. അതാണ് പറഞ്ഞിരിക്കുന്നത് ടൈപ്പ് ഓഫ് ബോൾട്ട് ടു ബി യൂസ്ഡ്. അത് ക്യാൻ ബി അസ്യൂംഡ് ഇഫ് നോട്ട് ഗിവൺ. ഓക്കെ, അസ്യൂം ചെയ്യേണ്ട ഫാക്ടർ ഇതാണ് ഇൻ കേസ് ഇഫ് ഇറ്റ് ഇസ് നോട്ട് ഗിവൺ. ഇനിയുള്ളത് നേരത്തെ പോലെ തന്നെ പ്രൈമറി ഡേറ്റ. ഈ 2 സ്റ്റെപ്പും രണ്ടിടത്തും സെയിം ആണ്. ഓൺലി തിങ് ഇസ് ഡേറ്റ ചിലപ്പോൾ കുറച്ച് വ്യത്യാസം വരാം. ഇവിടെ ഡേറ്റ വ്യത്യാസം പോലും ഇല്ല. ഓൺലി തിങ് നമുക്ക് അസ്യൂം ചെയ്യാനുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഇനിയിപ്പം നമ്മൾ നേരത്തെ അതേ ഡേറ്റ തന്നെയാണ് D0, P, E, ഗാമാസ്, സെയിം ഫാക്ടേഴ്സ് തന്നെയാണ്. അപ്പം പക്ഷേ ഇത് കണ്ടുപിടിക്കാനായിട്ട് ഇൻ കേസ് നമുക്കിപ്പോൾ ഇവിടെ D ഇല്ല എന്നുണ്ടെങ്കിൽ അസ്യൂം എന്ത് ചെയ്യണം, ഗ്രേഡ് സൈസ് ആൻഡ് ടൈപ്പ് ഓഫ് ബോൾട്ട്, നേരത്തെ പറഞ്ഞ അതേ സ്റ്റെപ്പ്, എന്നാലേ നമുക്ക് D0 കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഡിസൈൻ ചെയ്യാൻ പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ ഡയമീറ്റർ ഓഫ് ബോൾട്ട്, അതായത് M16, 20 ഇങ്ങനെയൊന്നും കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കാര്യം ഗിവൺ എഴുതി അതിൻ്റെ കൂടെ അസ്യൂം ഇന്ന ടൈപ്പ് ഇന്ന സൈസിലുള്ള ബോൾട്ട്. ഓക്കെ, ഇനി എന്നിട്ട് പ്രൈമറി ഡേറ്റാസ് നേരത്തെ പോലെ ഇത്രയും വാല്യൂസ് കണ്ടുപിടിക്കാം. ഇനിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നത് സ്ട്രെങ്ത് ഓഫ് ബോൾട്ട്, നേരത്തെ അതേ സ്റ്റെപ്സ് തന്നെയാണ്, ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. സ്ട്രെങ്ത് ഓഫ് ബോൾട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, സ്ട്രെങ്ത് ഓഫ് ബോൾട്ട് ഓർ ബോൾട്ട് വാല്യൂ എന്ന് പറയുന്നത് ഒരു ബോൾട്ടിൻ്റെ സ്ട്രെങ്ത് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇവിടുത്തെ വ്യത്യാസം കണക്ഷൻ ഡിസൈൻ ചെയ്യുക എന്ന് പറയുമ്പോൾ എനിക്ക് ഇന്ന ബോൾട്ട് ഇന്ന പ്ലേറ്റിലാണ് കൊടുക്കേണ്ടതെന്ന് മാത്രമേ അറിയത്തുള്ളൂ. നമുക്കറിയാത്ത കാര്യം, നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം എത്ര നമ്പർ ഓഫ് ബോൾട്ട്സ് കൊടുക്കണം എന്നുള്ളതാണ്. നമ്മൾ ബീമിൽ റീഇൻഫോഴ്സ്മെൻറ്റ് എത്ര നമ്പർ ഓഫ് ബാർസ് വേണമെന്ന് കണ്ടുപിടിക്കുന്ന പോലെ ഈ ഒരൊറ്റ കാര്യമാണ് നമുക്ക് ഡിസൈനിൽ വരുന്നത്, ഡിസൈൻ ഓഫ് കണക്ഷൻ, ബേസിക് സിംപ്ലസ്റ്റ് കണക്ഷനിൽ വരുന്നത്. അപ്പം നമ്പർ ഓഫ് ബോൾട്ട്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ഡിസൈൻ ക്രൈറ്റീരിയ. അപ്പം സ്ട്രെങ്ത് ഓഫ് ബോൾട്ട് എന്ന് പറയുന്നത് അപ്പം ഒരേ ഒരു ബോൾട്ടിൻ്റെ കാര്യമാണ്. ഈ ഒരു ബോൾട്ട് കൊണ്ട് നമുക്ക് എന്തൊക്കെ, ഈ ഒരു ബോൾട്ട് കൊണ്ട് നമുക്ക് എക്സ്റ്റേണലി വരുന്ന ലോഡ് മൊത്തം ബെയർ ചെയ്യാൻ പറ്റണമെന്നില്ല, അല്ലെ? ബെയർ ചെയ്യാൻ പറ്റില്ല. എക്സ്റ്റേണലി എത്രയോ ലോഡ് വരുന്നുണ്ടെന്ന് അവർ പറയുന്നുണ്ട്, ഡിസൈൻ ലോഡ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഡിസൈൻ ലോഡിനെ ബെയർ ചെയ്യണം അല്ലെങ്കിൽ റെസിസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എത്ര നമ്പർ ഓഫ് ബോൾട്ട്സ് വേണം എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് നമ്മളെപ്പോഴും മാത്തമാറ്റിക്കലി ചെയ്യുന്ന കാര്യം എന്താണ്, ഒരു ബോൾട്ടിന് ഇത്രയും സ്ട്രെങ്ത് ഉണ്ട്, അത് ആ ബോൾട്ടിൻ്റെ റെസിസ്റ്റൻസ് ആണ്, അത്രയും ലോഡ് വരെ വന്നാൽ അതിന് റെസിസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുമെന്നാണ് അതിൻ്റെ മീനിങ്. പക്ഷേ നമുക്കുള്ളത് എത്ര, ഡിസൈൻ ലോഡ് എത്രയോ ഒരു വാല്യൂ ഉണ്ട്. അപ്പോൾ നമ്പർ ഓഫ് ബോൾട്ട്സ് റിക്വയർഡ് ടു റെസിസ്റ്റ് ദ ഡിസൈൻ ലോഡ് ഇസ് ഈക്വൽ ടു, അതാണ് നമ്മുടെ മെയിൻ സ്റ്റെപ്പ്, നമ്പർ ഓഫ് ബോൾട്ട്സ് റിക്വയർഡ്, N is equal to ഡിസൈൻ ലോഡ്
ഡിവൈഡഡ് ബൈ ബോൾട്ട് വാല്യൂ. ഇവിടെ ഓർക്കേണ്ടത് ബോൾട്ട് വാല്യൂ നമ്മൾ ഒരു ബോൾട്ടിനാണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്സ് നോക്കുമ്പോഴത്തേക്കും കൺഫ്യൂസ്ഡ് ആവാം. കാരണം ഭാവിക്കാട്ടി ഈ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയാണെങ്കിൽ ബോൾട്ട് വാല്യൂ കണ്ടുപിടിച്ച് ഇപ്പോൾ 6 ബോൾട്ട് ഉണ്ടെങ്കിൽ 6 ബോൾട്ടിനും കൂടെ ആയിട്ട് ബോൾട്ട് വാല്യൂ ടോട്ടൽ സ്ട്രെങ്ത് ആയിട്ട് കണ്ടുപിടിച്ച് വെച്ച് പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ റെഫർ ചെയ്യേണ്ട, ക്വസ്റ്റ്യൻ എടുക്കുക, നിങ്ങൾ ഈ സ്റ്റെപ്പിൽ ക്യാരി ഓൺ ചെയ്യുക. കാരണം ടെക്സ്റ്റിൽ പല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ്. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവാതെ ചെയ്യാം. ഓക്കെ, ഇപ്പം നമ്പർ ഓഫ് ബോൾട്ട്സ് കണ്ടുപിടിക്കുന്നത് ഡിസൈൻ ലോഡ് ഡിവൈഡ് ബൈ ബോൾട്ട് വാല്യൂ വിച്ച് ഇസ് ഫോർ 1 ബോൾട്ട്. എന്നാലേ നമുക്ക് നമ്പർ ഓഫ് ബോൾട്ട്സ് കിട്ടത്തുള്ളൂ. ഓക്കെ, കാരണം നമുക്കിവിടെ അറിയത്തില്ല എത്ര ബോൾട്ട് ഉണ്ടെന്ന്. ഇനി നമ്പർ ഓഫ് ബോൾട്ട്സ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി ചെയ്യേണ്ടത് നമ്മുടെ കൺക്ലൂഷൻ പാർട്ടാണ്. കൺക്ലൂഷൻ നമുക്ക് അവിടെ തന്നെ എഴുതാം. പ്രൊവൈഡ് എത്ര നമ്പർ ഓഫ് ബോൾട്ട്സ് നമുക്ക് കിട്ടിയതിൻ്റെ വാല്യൂ, ബോൾട്ട്സ് ഓഫ് ഗ്രേഡ് ആൻഡ് സൈസ്, അറേഞ്ച്ഡ് ഇൻ എത്ര റോയിൽ അറേഞ്ച് ചെയ്യണം. ഇതിപ്പം സിംഗിളി ബോൾട്ട്, അതായത് ഒരു ലൈനിൽ ഇത്രയും ബോൾട്ട് അലൈൻ ചെയ്യണോ, അല്ലെങ്കിൽ 2 ലൈനായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇപ്പം നിങ്ങൾക്ക് 8 ബോൾട്ടൊക്കെ വന്നു എന്ന് വയ്ക്കാം. 8 ബോൾട്ട് വന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പ്ലേറ്റിൻ്റെ വിഡ്ത്ത് ഉണ്ട്, എൻ ഡിസ്റ്റൻസ് ഉണ്ട്. എൻ ഡിസ്റ്റൻസ് വേണ്ട, അതിൽ കാര്യമില്ല. പിച്ചുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരു റോയിൽ എത്ര എണ്ണം കൊടുക്കാൻ പറ്റും, എത്ര ബോൾട്ട് കൊടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും അല്ലേ. അപ്പം ഒരു റോയിലായിട്ട് കൊടുക്കണോ അല്ലെങ്കിൽ 2 ലൈനിലായിട്ട് കൊടുക്കണോ എന്നുള്ളത് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ഒന്ന് ഡിസൈഡ് ചെയ്യാൻ പറ്റും. നമ്പർ ഓഫ് ബോൾട്ട്സ് വെച്ച് 2 3 ബോൾട്ട് 4 ബോൾട്ടൊക്കെ ഉള്ളൂന്നുണ്ടെങ്കിൽ സിംഗിൾ റോ വിൽ ബി ഇന്നഫ്. അല്ലെങ്കിൽ ഡിപ്പെൻസ് ഓൺ ദ വിഡ്ത്ത് ഓഫ് ദ പ്ലേറ്റിൻ്റെ വിഡ്ത്ത് അനുസരിച്ചിരിക്കും. അത് അപ്പോൾ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്പർ ഓഫ് ബോൾട്ട്സിനും വിഡ്ത്ത് ഓഫ് ദ പ്ലേറ്റും പിച്ചിനും ഒക്കെ അനുസരിച്ച് നമുക്ക് ഡിസൈഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. യു ക്യാൻ ഗിവ് ഇറ്റ് ആസ് either 1 or 2. ഓക്കെ, അപ്പോൾ അറേഞ്ച്ഡ് ഇൻ എത്ര നമ്പർ ഓഫ് ബോൾസ് വിത്ത് ഇത്ര പിച്ച്, നമ്മൾ സ്പേസിംഗ് ഒക്കെ പണ്ട് പറഞ്ഞിരുന്ന പോലെ ഇത്ര പിച്ച്. അതിൻ്റെ കൂടെ പ്ലാൻ ആൻഡ് സെക്ഷണൽ ഡ്രോയിങ്, നമ്മൾ അനാലിസിസിൽ അവർ കാണിച്ചു തരുന്ന ഡ്രോയിങ് പോലെ നമ്മൾ ഇവിടെ പ്ലാൻ ആൻഡ് സെക്ഷണൽ ഡ്രോയിങ് വിത്ത് ഡീറ്റെയിൽസ്, ലേബിളിംഗ് ഒക്കെ ആയിട്ട് നമ്മൾ ലേബിൾ ചെയ്ത് വരയ്ക്കണം. എന്നാലേ ഡിസൈൻ കംപ്ലീറ്റ് ആകത്തുള്ളൂ. ഇനി ഇതിനകത്ത് നമ്മൾ ചെക്കായിട്ട് ചെയ്യുന്ന ഒറ്റൊരു കാര്യമേ ഉള്ളൂ. സ്ട്രെങ്ത് ഓഫ് ദ പ്ലേറ്റ് കണ്ടുപിടിച്ചിട്ട് അത് ഡിസൈനിലൂടെ, അതായത് ഇപ്പം നമ്മൾ ബോൾട്ട് ഹോളൊക്കെ ഡ്രിൽ ചെയ്ത് ഏറ്റവും ക്രിട്ടിക്കൽ സെക്ഷനിലുള്ള TDN കണ്ടുപിടിക്കുകയാണ്. ഏറ്റവും ക്രിട്ടിക്കൽ സെക്ഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പം, നമ്മൾ ഡിസൈൻ ലോഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പം സ്ട്രെങ്ത് ഓഫ് ദ പ്ലേറ്റ് അറ്റ് ക്രിട്ടിക്കൽ സെക്ഷൻ കൂടുതലായിരിക്കണം. എന്നാലേ ആ ക്രിട്ടിക്കൽ സെക്ഷൻ പോലും ഫെയിൽ ചെയ്യാതെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കത്തുള്ളൂ. ഇതാണ് ഇതിനകത്തുള്ള ചെക്ക്. ഓക്കെ, TDN മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഡിസൈൻ ലോഡ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഡിസൈനിൽ ചെയ്യാനുള്ളത്. വളരെ ചുരുങ്ങിയ ചില ക്വസ്റ്റ്യൻസ്, ഇപ്പം ഭാവിക്കാട്ടിയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുള്ള ഒരു ടെക്സ്റ്റ് ആയതുകൊണ്ടാണ് അത് പ്രിഫർ ചെയ്യുന്നത്. അതിനകത്താണെങ്കിൽ പോലും സ്റ്റാർട്ടിങ്ങിൽ തന്നെ ലാബ് ജോയിൻറ്റിൻ്റെ ഒരു സെക്കൻഡ് തേർഡ് പ്രോബ്ലം ആയിട്ട് വരുന്നത് ബോയിലറിൻ്റെ ഒരു പ്രോബ്ലമാണ്. ബോയിലറിനകത്ത് അത് ഒരു ചെറിയൊരു വ്യത്യാസമുള്ളത്, അവർ ഡിസൈൻ ചെയ്യാൻ പറയുന്നത് അല്ലെങ്കിൽ സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ പറയുന്നത് ഒരു പിച്ച് വിഡ്ത്തിനുള്ളതാണ്. ഒരു പിച്ച് വിഡ്ത്ത് പറയുമ്പോൾ അതിനകത്ത് ഒരു പിച്ചിൻ്റെ സെൻറ്റർ തൊട്ട് അടുത്ത പിച്ചിൻ്റെ സെൻറ്റർ വരെ, അപ്പോൾ നടുക്കൊരു ബോൾട്ടേ ഉള്ളൂ. ഒരു 50 mm ഡിസ്റ്റൻസ് എന്നാണ് ഒരു ക്വസ്റ്റ്യൻ. അപ്പം അവിടെ ചെയ്യാനുള്ള ആ ഒരു ലെങ്തിലുള്ള ആ ഒരു ബോൾട്ടിന്, കാരണം വലിയൊരു ലെങ്തിലുള്ള ഒരു കണക്ഷനാണ്. ഒരു ബോയിലർ എന്നൊക്കെ പറയുമ്പം വളരെ ലെങ്തിലുള്ളൊരു കണക്ഷൻ, ഇത്രയോ മീറ്റേഴ്സ്, നമ്മൾ സ്ലാബ് ഒക്കെ പണ്ട് 1 മീറ്റർ വിഡ്ത്ത് ഡിസൈൻ ചെയ്യുന്ന പോലെയാണ്. ഒത്തിരി ലെങ്ത്, ഇത്ര മീറ്റേഴ്സ് പോകുന്നത് കൊണ്ട് അതിനകത്ത് 1 മീറ്റർ എടുക്കുന്നതിന് വരെ ഒരു പിച്ച് വിഡ്ത്ത് നമ്മൾ അനലൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ സ്ട്രെങ്ത് കണ്ടുപിടിക്കുന്നു, വാട്ട് എവർ ദ ക്വസ്റ്റ്യൻ ബി. ഓക്കെ, അതാണ് ആ ഒരു പ്രോബ്ലം. ഈ സ്റ്റെപ്സ് വെച്ചിട്ട് നിങ്ങൾ ഇനി പ്രോബ്ലംസ് അപ്രോച്ച് ചെയ്ത് നോക്കുമ്പോൾ കുറേ കൂടെ എളുപ്പമായിരിക്കും. ടെക്സ്റ്റിലെ സ്റ്റെപ്സ് നോക്കി കൺഫ്യൂസ്ഡ് ആകണമെന്നില്ല. നിങ്ങൾ തന്നെ ട്രൈ ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും, എന്നിട്ട് ഫൈനലി നിങ്ങൾ ഈ വാല്യൂസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറേ കൂടെ കോൺഫിഡൻസ് കിട്ടും ഡിസൈൻ ചെയ്യാനായിട്ട്. ടെക്സ്റ്റിൽ അതേ സ്റ്റെപ്സ് തന്നെ ഫോളോ ചെയ്ത് നിങ്ങൾ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ ഡിസൈൻ ആയാലും അനാലിസിസ് ആയാലും നിങ്ങൾക്ക് ഭയങ്കര ഹെക്റ്റിക് ആയിട്ട് തോന്നത്തുള്ളൂ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. നിങ്ങൾക്ക് ഒരുവിധം ക്ലാരിറ്റി കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷൻസോ വേണമെന്നുണ്ടെങ്കിൽ ഡു മെൻഷൻ ദോസ് ഇൻ ദ കമൻറ്റ് ബോക്സ്. Do subscribe the channel for latest updates and other videos. Thank you so much.